സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയ്ക്ക് എന്താണ് പങ്ക്? കേസിൽ താരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂട്ടുമോ? ജയസൂര്യയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. സ്ഥാപനത്തിൽ നിന്നും നടൻ കൈപ്പറ്റിയത് തട്ടിപ്പിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തെ തുടർന്നാണ് നീക്കങ്ങൾ. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ താരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ജയസൂര്യയെ കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തത്. എന്നാൽ തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ജയസൂര്യയുടെ മൊഴി. ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തത്. പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് കരാർ പ്രകാരം നൽകേണ്ട തുക തനിക്ക് മുഴുവനായി ലഭിച്ചില്ല. സേവ് ബോക്സ് ആപ്പിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊന്നും തനിക്കില്ലെന്നും നടൻ പറഞ്ഞു. അതേസമയം ആപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യയ്ക്ക് എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടോ എന്ന് ഇഡി അന്വേഷിക്കുന്നുണ്ട്. സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡറാകാൻ ജയസൂര്യയ്ക്ക് കരാറുണ്ടെന്നും ഇഡി സംശയിക്കുന്നു. ജയസൂര്യയെ ചോദ്യം ചെയ്യാനായി വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിന് ശേഷം കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടന്നേക്കുമെന്നും വിവരമുണ്ട്. ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാമെന്ന പ്രചാരണം നൽകിയാണ് സേവ് ബോക്സ് ആപ്പ് 2019 അവതരിപ്പിച്ചത്. നടൻ ജയസൂര്യ അടക്കമുള്ള സിനിമാ താരങ്ങൾ ആപ്പ് അവതരണ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. തൃശൂർ പോട്ടോർ MK ഗാർഡൻസിൽ താമസിക്കുന്ന വിയൂർ സ്വദേശി സ്വാദിഖ് റഹീമായിരുന്നു സ്ഥാപന ഉടമ. ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ സേവ് ബോക്സ് നൽകുന്ന വെർച്വൽ കോയിൻ പണം കൊടുത്തു വാങ്ങണം. ഇതുപയോഗിച്ചായിരുന്നു ലേലം. സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസ് നൽകാമെന്ന് പറഞ്ഞും സ്വാദിഖ് റഹീം പലരിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ചു. മാസം 25 ലക്ഷം രൂപ വരെയും ലാഭവും കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവുമായിരുന്നു വാഗ്ദാനം. തൃശൂർ കാളത്തോട് സ്വദേശി പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ഇയാളിൽ നിന്നും 21 ലക്ഷം രൂപ സ്വാദിഖ് റഹീം നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു. മറ്റു ചിലരും കൂടി പരാതിയുമായി എത്തിയതോടെ 2023 ജനുവരിയിൽ സ്വാദിഖിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇഡിയും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. 2 കോടിയോളം രൂപ ജയസൂര്യയ്ക്ക് സ്വാദിഖ് റഹീം വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം. മറ്റു പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിൽ നവമാധ്യമങ്ങളിലടക്കം ഭാഗമായി. സ്വാദിഖിനും ജയസൂര്യയ്ക്കുമിടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ഇഡി വിളിപ്പിച്ചത്. ഡിസംബർ 24-നും ജയസൂര്യ ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെ ഭാര്യ സരിതയും മൊഴി നൽകാനെത്തി. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സരിതയാണ്. ഇതാണ് അന്വേഷണം സരിതയിലേക്ക് നീളാൻ കാരണം. ന്യൂസ് 18 കൊച്ചി.